ഓണസദ്യയുടെ പൂർണ്ണത എന്നത് തലമുറകളായി പച്ചപിടിച്ച ആ വാഴയിലയുടെ തുമ്പത്താണ്. കറികൾ എത്ര സമൃദ്ധമായാലും നാവിൽ കൊതിയൂറുന്ന സദ്യ വിളമ്പാൻ നല്ല ഒന്നാം തരം നാടൻ വാഴയില തന്നെ വേണം, അല്ലേ? ഓണാഘോഷം കെങ്കേമമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും അധികം ഡിമാൻഡുള്ള വസ്തുക്കളിൽ ഒന്ന് തൂശനിലയാണ്. വാഴയിലയിൽ ഉള്ള ഒരു ഓണസദ്യ അത് വലിയൊരു അനുഭവം തന്നെയാണ്. ചേട്ടാ, ഇത് എങ്ങോട്ടുള്ളതാണ് ഈ കൊണ്ടുപോകുന്നത്? ഇത് ഹോട്ടലുകൾക്കുള്ള ഇതാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് ഉണ്ട് ഓർഡർ? അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. വിലയും കൂടിയിട്ടുണ്ടെന്നുണ്ട്. വില അവിടുന്ന് വരുന്നൊക്കെ വില കൂടുതലാണ്, കിട്ടാല്ല. ആണോ? ഈ വണ്ടി നിറയെ ഇലകളുമായാണ് അദ്ദേഹം പോകുന്നത്. നമ്മളിപ്പോൾ തളിയിലുള്ള ഒരു ഇല കച്ചവടം നടത്തുന്ന സ്ഥാപനത്താണ്. ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഇലകൾ നമുക്ക് കാണാൻ കഴിയും. പല നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇലകളുണ്ട്. ഏറ്റവും ഫൈൻ ക്വാളിറ്റി ഇലകൾ മുതൽ സാധാരണ തരത്തിലുള്ള തൂശന ഇല ഇവിടെ വെച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളെക്കാൾ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളെക്കാൾ വലിയ ജോലി തിരക്കുള്ള ഒരു സമയമാണ്. കാരണം മലയാളിക്ക് എപ്പോഴും ഓണം സദ്യ ഉണ്ണണമെങ്കിൽ അത് തൂശനയിലയിൽ അല്ലെങ്കിൽ വാഴയിലയിൽ തന്നെ കറിയും പായസവും ഒക്കെ ഇട്ട് കഴിക്കുന്നതാണ് അവർക്ക് സന്തോഷമുള്ള കാര്യം. എന്നാൽ പക്ഷേ ഇത്തവണ അല്പം വിലക്കയറ്റം കാര്യമായി തന്നെ ഈ ഇല വിപണിയെ ബാധിച്ചിട്ടുണ്ട്. നല്ല നിലവാരമുള്ള ഇലയ്ക്ക് 12 രൂപ വരെയൊക്കെ നൽകേണ്ട സാഹചര്യം. സാധാരണ ഇലയ്ക്ക് അതിനേക്കാൾ കുറവാണെങ്കിൽ പോലും ഈ സാധാരണ ദിവസങ്ങളിൽ ഈടാക്കുന്നതിനേക്കാൾ വലിയ വില തന്നെ ഇപ്പോൾ ഇലയ്ക്ക് നൽകേണ്ടി വരും. അതിന് പലതരം കാരണങ്ങളാണ്. കാരണം കേരളത്തിൽ ഒരുപാട് വാഴ കർഷകരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കൃഷി നന്നേ കുറഞ്ഞിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളെയാണ് പൂർണ്ണമായും ഏതാണ്ട് ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഈ ഇല വിപണി മാറിയിരിക്കുന്നതും. നമുക്കൊപ്പം എന്തായാലും ഈ സ്ഥാപനത്തിന്റെ ഉടമകളുണ്ട്. എങ്ങനെയുണ്ട് ഓണമൊക്കെ ആയിട്ട് ഇല കച്ചവടം? ഓണൊക്കെ ഉഷാറാണ്, കച്ചവടമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഇലയുടെ വില? എങ്ങനെയാണ്? ഇലക്ക് നല്ല ഇലയാണെങ്കിൽ 10 റുപ്യ 12 റുപ്യ വരെ ഉണ്ട്. മീഡിയം സൈസ് എല്ലാം ഒരു 6 റുപ്യ 7 റുപ്യ വരെ ഉണ്ട് വില. ഇത് കിട്ടാനുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ? വളരെ കുറവാണ്. മേട്ടുപ്പാളയം, തമിഴ്നാട്, കർണാടക ഈ 2 മാർക്കറ്റിൽ നിന്നാണ് ഇപ്പം വില എത്തുന്നത്. അപ്പൊ അവിടെയൊക്കെ ടൈറ്റാണ്. എല്ലായിടത്തും കല്യാണം, ഓണാഘോഷം അങ്ങനെയൊക്കെയാണ്. ഈ ഏറ്റവും കൂടുതൽ കച്ചവടം ഇലയ്ക്ക് നടക്കുന്നത് ഓണ ദിവസങ്ങളിലല്ല, ഈ 3-4 ദിവസങ്ങളിലാണ്. ഓണത്തിന് നന്നായിട്ട് ഇല പോകും. കൂടാതെ കല്യാണം ഈ മാസത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിന് വില വർദ്ധിക്കാനുള്ള കാരണമാണ്. നിങ്ങളിങ്ങനെ ഓവർ ടൈം പണിയെടുത്തോണ്ടിരിക്കുകയാണ്? അതാണ് ഫുള്ള് 24 മണിക്കൂർ വർക്കാണ്. ഏതാ ഇതൊക്കെ? കൊള്ളാവുന്ന ഇലകളാണോ? ഇതാണ് സദ്യക്ക് കൊടുക്കാറുണ്ട്. ഇതാണ് ഇപ്പൊ ഒരു 10 റുപ്യ 12 റുപ്യ എന്ന് പറഞ്ഞല്ല. കുറഞ്ഞതൊക്കെ ചെറിയ ഇല, അത് മീഡിയം സൈസ് ഹോട്ടലൊക്കെ കൊടുക്കണ ഇലയാണ്. അതിനൊരു 6 റുപ്യ 7 റുപ്യ വില. കാറ്ററിംഗ് യൂണിറ്റുകളാണോ കൂടുതൽ? കാറ്ററിംഗുകാരാണ് കൂടുതൽ. 90% വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കണില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഈ വിപണിയിൽ നിന്നാണ് പോണത്. അപ്പൊ അവരാണ്, കാറ്ററിംഗുകാരാണ് ഏറ്റവും വലിയ ആവശ്യക്കാർ. 1000, 2000, 3000 ഒക്കെ ആളുകളെ സദ്യയാണ് ഓരോ ടീം ഏൽക്കുന്നത്. അപ്പം ഇഷ്ടംപോലെ ഇലയെല്ലാം ആവശ്യമുണ്ട്. അതിനനുസരിച്ച് ഇല ഇല്ല, മാർക്കറ്റിൽ അത്ര ഇല കിട്ടണില്ല. ഈ നാടൻ ഇല എന്ന് പറയാൻ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, നാട്ടിലിപ്പോ ഇല ഇല്ല, വളരെ കുറവാണ്. കുറച്ചില വയനാട്ടിലൊക്കെ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതിപ്പോ ഈ ഇല കിട്ടാൻ കുറവാണ്, ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു, കൂടുതലാണ്. അതാണ് ആവശ്യം, അല്ല അതാ പ്രശ്നം. സാധാരണ സമയത്ത് എത്ര വില വരാറുണ്ട്? സാധാരണ 3 റുപ്യ ശരാശരി ഇലക്ക്, മറ്റേത് 5 റുപ്യ 6 റുപ്യ. ഇരട്ടിയായത്. അതിനും കിട്ടാനില്ല. നമുക്കും കിട്ടാനില്ല. ഇല്ല, കിട്ടാനില്ല. നമ്മളിതൊക്കെ കൊടുക്കാൻ, പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പൊ ഇനി ഇതും പോരാ. ഇനിയിപ്പോ വന്നിട്ട് വേണം നാളത്തെ മറ്റന്നാളത്തെ സദ്യക്കൊക്കെ ഓർഡർ വന്ന് കൊടുക്കാൻ. ഇതിപ്പോ ഈ ഓപ്പൺ വിൽപ്പനകളൊന്നും ഇല്ല. കാര്യം പാർട്ടിക്കാരൊക്കെ ഏൽപ്പിച്ച ആളുകൾക്ക് കൊടുക്കുക. പൊതു മാർക്കറ്റ് റീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ. പുറത്ത് വന്നാലൊന്നും ഇപ്പൊ കിട്ടൂലല്ല, കിട്ടാനില്ല. ഇപ്പൊ ഇല്ല, പുറത്തുനിന്ന് ഒരാൾ വന്ന് അന്വേഷിച്ചാലില്ല. കോഴിക്കോട് മാർക്കറ്റ് തന്നെ ഇല്ല. ഇതിപ്പോ നേരത്തെ തന്നെ കിട്ടിയ ഓർഡറാ. പിന്നെ സ്ഥിരം ആളുകളുണ്ട്, കേറ്ററിംഗുകാരൊക്കെ. അവർക്കൊക്കെ ഇപ്പൊ പറഞ്ഞാലേ കൊടുക്കണ്ടേ. റീറ്റെയിൽ കച്ചവടത്തിന് ഇല്ല. റീറ്റെയിൽ ഇല്ല, അതാണ് അവസ്ഥ. ഈ റീറ്റെയിലായി ഒരു ആള് ഇവിടേക്ക് വന്നാൽ അല്ലെങ്കിൽ മറ്റ് കടകളിലേക്ക് ചെന്നാൽ ഇല കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ തന്നെ ബുക്ക് ചെയ്ത പാർട്ടികൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവർക്കായുള്ള ഇലകളാണ് ഇവിടെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ സമയത്തുള്ളതിനേക്കാൾ ഇരട്ടി വില
ഇലകൾക്ക് ഉണ്ടെങ്കിൽ പോലും വാഴയിലകൾ കിട്ടാനില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് സ്വന്തം വീട്ടിലൊരു വാഴയൊക്കെ ഉണ്ടെങ്കിൽ ഇലയൊക്കെ വെട്ടി സദ്യ ഉണ്ണാൻ കഴിയും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. എന്തായാലും ഓണത്തിരക്കിലേക്ക് നാട് നീങ്ങുമ്പോൾ ഇലക്കച്ചവടക്കാരും ഒരേ സമയം ആഹ്ലാദത്തിലും എന്നാൽ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ചെറിയ സങ്കടത്തിലുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.